ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെ കൂടെ കിടക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഓരോ ശല്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. സച്ചിക്ക് ഭയങ്കര ദേഷ്യമായി. സച്ചി എന്നിട്ട് കൊതി കുത്തി കിടന്നു കഴിഞ്ഞപ്പോൾ രേവതി പതുക്കെ സച്ചേട്ടാ സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു വന്നു. അപ്പോൾ പൊക്കോണം എൻ്റെ അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു. രേവതി എന്നിട്ട് അടുത്തിരുന്ന് ഭയങ്കര ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും സച്ചി തിരിഞ്ഞു കിടന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. ആരായിരിക്കും ഡൈനിങ് ടേബിളിൽ ഹൽവ മേടിച്ചുകൊണ്ട് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോൾ അത് ഞാനാണെന്ന് പറഞ്ഞു. ശ്രുതിയോ ഞാനാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇതാവുക. അപ്പോൾ ഇത് എന്താ ഇത് നിനക്ക് ഹൽവ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണെന്ന് പറഞ്ഞപ്പം എന്നിട്ട് എന്താ നേരത്തെ തരാതിരുന്നത്, രാത്രിയിലോ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമല്ലേ തന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് ശ്രുതിയും നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ ശ്രുതി. അപ്പോൾ അതേ ശ്രുതി ഡൈനിങ് ടേബിളിൽ ഹൽവ വെച്ചത് സച്ചി കാണാത്തത് ഭാഗ്യമായെന്ന് പറഞ്ഞു. ഈ നമ്മുടെ ശ്രുതിയെ കണ്ടിരുന്നെങ്കിലേ അന്ന് മസാലദോശ കഴിച്ചതുപോലെ അവൻ ഇതും എടുത്ത് കഴിച്ചേനെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാ ഞാനത് ഓർത്തില്ല കേട്ടോ. ആ കള്ളം കാണാത്ത ഏതായാലും ഭാഗ്യമായെന്ന് ശ്രുതിയോട് പറയണം. അല്ല ഹൽവ വാങ്ങിക്കാൻ എവിടുന്നാ കാശ് എന്ന് ചോദിച്ചു ശ്രുതിയെ. അച്ഛൻ തന്നതാ. അപ്പം ശ്രുതിയുടെ ഒരു കാര്യം പറഞ്ഞാൽ എന്തായാലും ഹൽവ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ചേച്ചിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സ്നേഹം എന്നും ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ ശ്രുതി പറഞ്ഞപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രുതി ആമ്പിള്ളേർ മേടിച്ച് വെച്ചതാണെന്ന് ശ്രുതിക്ക് അറിയില്ലല്ലോ. നേരം കുറേയായി, പൊന്നു മോനെന്നാ കിടക്കാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കയറി കിടന്നു. ഈ സമയത്ത് എന്നാലും ആരായിരിക്കും അവിടെ ഹൽവ മേടിച്ചുകൊണ്ട് വെച്ചത്? ആരായാലും അവനെപ്പോലൊരു നിർഭാഗ്യവാൻ ഈ ഭൂമിയിൽ വേറെ ആരും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ തനിച്ച് നിന്ന് ഇങ്ങനെ പറയാം. എന്നാലും ഇത് ആരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചിരിച്ചു. മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് നിന്ന് ചിരിക്കുമ്പോഴത്തേക്കും ശ്രുതി എന്തിനു ചിരിക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ശ്രുതി. എങ്ങനെ ചിരിക്കാതിരിക്കാൻ പറ്റും എൻ്റെ അമ്മോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി പിണങ്ങി തിരിഞ്ഞ് കിടക്കുന്നു. രേവതി അന്നേരം സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. സച്ചി എന്നിട്ട് തിരിഞ്ഞ് ഇങ്ങനെ രേവതിയെ നോക്കുക കേട്ടോ. അപ്പോൾ രേവതി നല്ല ഇതായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഒരു ചിരിയും ഒരു കള്ളച്ചിരിയൊക്കെ വന്നിട്ട് നീങ്ങി രേവതിയുടെ അടുത്തേക്ക് വരുക. അപ്പോൾ സച്ചി നീങ്ങി രേവതിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് പരവേശം തുടങ്ങി. ഉറക്കത്തിൽ എഴുന്നേറ്റ് കുടിക്കാൻ വെള്ളം നോക്കിയപ്പോൾ വെള്ളമില്ല. അപ്പോൾ എന്തിനാ ചന്ദ്ര നീ ലൈറ്റ് ഇട്ടേ എന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ പൊന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഇങ്ങനെ അതൊക്കെ കേൾപ്പിക്കുക. എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല ഒരുമാതിരി ഇരിക്കും, എനിക്ക് എന്തോ പോലെ തോന്നുവാണെന്നൊക്കെ പറഞ്ഞു ചന്ദ്ര. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ദഹിച്ചിട്ടില്ല, അതാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ പറയാം. അപ്പം ചന്ദ്ര ഗ്യാസ് കയറിയതുപോലെയൊക്കെ എനിക്ക് തോന്നുക. എന്താണെന്ന് അറിയില്ല രവിയേട്ട, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ കിടന്നാലേ കൂടത്തേ ഉള്ളെന്ന് പറഞ്ഞു. കുറച്ച് സമയം ഇവിടെ എവിടെയെങ്കിലും നടക്കാൻ പറഞ്ഞു രവിയേട്ടൻ. ശരിയാകും, നീ എഴുന്നേറ്റ് നടക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ രവിയേട്ടൻ പറഞ്ഞനുസരിച്ച് ചന്ദ്രമതി എഴുന്നേറ്റ് നടക്കാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഹോളിൽ പോയി നടക്കാമെന്ന് പറഞ്ഞു. നീ എന്തീ കാണിക്കുന്നത്, ഹോളിൽ പോകാനോ? സച്ചി രേവതി അവിടെയല്ലേ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ പോവുക. അപ്പോൾ ചന്ദ്രമതി നേരെ എഴുന്നേറ്റ് ഹോളിലേക്ക് പോകുന്നു. നാശം എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി ഭയങ്കര ഉറക്കത്തിൻ്റെ അവരത്തിലേക്ക് വരുമ്പോൾ സച്ചി ഇങ്ങനെ തോണ്ടി വിളിച്ചുകൊണ്ട് ചെല്ലുക കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ തിരിഞ്ഞ് സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും വേമ്പക്കമൊക്കെ വിട്ട് ദേ വരുന്ന അടുത്ത മുതൽ അവരെ ജീവിക്കാൻ സമ്മതിക്കത്തേ എല്ലാവരും. ഈ സമയത്താണെങ്കിൽ സച്ചിക്ക് വീണ്ടും ദേഷ്യം വന്നു. എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു. ചന്ദ്രമതി വയറും തിരുമ്മി ഏമ്പക്കവും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം രേവതിയെ നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ദേഷ്യം കാണിക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. ഭയങ്കര ഏമ്പക്കം വിടലാണ് നമ്മുടെ ചന്ദ്രമതി. ഈ നേരത്തെ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങാനും പോരാതെ ഇറങ്ങി നടക്കുവാന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു. അതേ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ എന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു. എന്താ അർദ്ധരാത്രിയിൽ നിങ്ങൾക്കൊരു നടത്തം ഓർക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ നടന്നാൽ നിനക്ക് എന്താ, ഞാൻ ഉറങ്ങിയാൽ നിനക്ക് എന്താ, നീ നിന്റെ കാര്യം നോക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര കലിപ്പ് കാണിക്കുന്നു. സച്ചിയുടെ രേവതിയുടെ ഇന്നത്തെ ഉറക്കം മൊത്തം പോയി. ആ വീട്ടിലെല്ലാ മുതലുകളും കാരണം. രേവതി ഇരുന്നും ഭയങ്കര ചിരി. അപ്പോഴേക്കും സച്ചി എന്ന് പറഞ്ഞ് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് രേവതി ഇരുന്ന് ഭയങ്കര ചിരി. എന്നിട്ട് പുള്ളിക്കാരിയുടെ നടത്തമൊക്കെ നോക്കിക്കൊണ്ട് രേവതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം സച്ചി അതെ നിങ്ങൾക്ക് ഈ ഹാളിൽ തേരാപ്പാര നടന്നാൽ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമെന്ന് സച്ചി ചോദിച്ചു. അപ്പോഴത്തേക്ക് നെഞ്ചും തിരുമ്മി ഞാൻ നടക്കുന്നത് കൊണ്ട്
നിന്റെ എന്ത് കാര്യമാടാ മുടങ്ങുന്നേ എന്ന് ചന്ദ്രമതി സച്ചിയോട് ചോദിച്ചു. രേവതി ഭയങ്കര ചിരിയാ. അത് പിന്നെ ഉറക്കം നടക്കില്ല, എൻ്റെ ഉറക്കം പോയാൽ പല കാര്യം നടക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ മുതുമുത്തിമാര് കാണിക്കുന്ന പോലെയൊക്കെ ഇരുന്നവരെന്ന് കാണിക്കാം. സച്ചിയാനെ ചങ്ങനട്ടിടിയും തുടങ്ങി. ഓ നാശം 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 എന്നും പറഞ്ഞ് പിന്നെ ചുമയായി നമ്മുടെ ചന്ദ്രമതി ഭയങ്കര ഇത്. അപ്പോഴത്തേക്ക് രേവതി ഒഴുടി എഴുന്നേറ്റ് പോവുക. അപ്പോൾ എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. പറ്റുമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എന്താ എന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതിയോട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി അത് ചൂടുവെള്ളം എടുക്കാൻ പോയി. സച്ചി അന്നേരം ഇങ്ങനെ നോക്കുക. സച്ചിക്ക് ഭയങ്കര ദേഷ്യം. അപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചൂടുവെള്ളം കുടിച്ച് 1 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ ഉറക്കം വരുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി സ്വയം പറയും. അപ്പം പോയി കിടക്കാവുന്ന. ഓ അപ്പോൾ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ചാടി അങ്ങ് എഴുന്നേറ്റ് നാശം എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് കലിപ്പ് കാണിക്കുക. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ ഏമക്കം വിടുക. സച്ചി അന്നേരം അവിടെ നിന്ന് ഗോഷ്ഠി കാണിക്കുക. എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്തായാലും പറഞ്ഞാൽ കൂടിപ്പോന്ന് പറഞ്ഞ് സച്ചി എല്ലാം കൂടെ വാരി തൂത്തെടുത്ത് അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചി അവിടെ നിന്ന് എല്ലാം കൂടെ വാരി തൂത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇത് കണ്ടു. രേവതിക്ക് ഭയങ്കര കലിപ്പ്. രേവതി അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് രേവതി ഇങ്ങനെ ചൂടുവെള്ളം വെക്കാൻ വേണ്ടി അവിടെ നിൽക്കുക. നമ്മുടെ ചന്ദ്രമതി എന്നൊക്കെ വെച്ചുകൊണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ ആ ഒരു നടത്തവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഗ്യാസ് കയറി പണ്ടാരടങ്ങിയതുകൊണ്ട് ഭാമയെ വിളിച്ച് വരുത്തിയിരിക്കുക. മക്കളെല്ലാവരും ചുറ്റിനും നിൽപ്പുണ്ട്. ഭാമ വന്നിട്ട് ചന്ദ്രമതി ആ പെരക്കകത്തിട്ട് ചവിട്ടി കൂട്ടി പുറമൊക്കെ അടിച്ചിടിച്ച് ഓട്ടിച്ച് നട്ടലൊക്കെ ചവിട്ടി ഓടിച്ചിങ്ങനെ തിരുമോ കേട്ടോ. അയ്യോ അയ്യോ എന്ന് കാർച്ച മാത്രം കേൾക്കാം. എല്ലാവരും എന്നും പറഞ്ഞ് അപ്പുറം ഇപ്പുറമൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ തിടി ആ ഭാമ ചന്ദ്രയുടെ പുറത്തിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഭാമാൻ്റെ പതുക്കെ എന്ന് ശ്രുതി. അപ്പോൾ അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇടിയിൽ ഭയങ്കര ഇതാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പോൾ ഭാമാമി ഒന്ന് പതുക്കെ എന്ന് പറഞ്ഞ് രേവതിയും പറഞ്ഞു. അങ്ങനെ നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ട് പുറത്ത്. അയ്യോ എൻ്റെ അമ്മയെ വേദനിക്കുന്നേ വേദനിക്കുന്നേ അയ്യോ അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി എൻ്റെ നെഞ്ച് വേദനിക്കുന്നേ അയ്യോ 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 എൻ്റെ പൊന്നെ അവിടെ കിടക്കുന്ന ഗ്യാസ് അവിടെ തന്നെ കിടക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വയ്യേന്ന് പറഞ്ഞ ചന്ദ്രമതി കിടന്ന് കരയുമ്പോൾ ഭാമ ഇടിയോടിടി. ചന്ദ്ര രാത്രി കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. ഈ സമയത്ത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ശ്രുതിയൊക്കെ. അപ്പം നമ്മുടെ വർഷയൊക്കെ വല്ലാണ്ടായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിന് നീ പറഞ്ഞാൽ കേൾക്കുമല്ലോ, ഈ കുടുങ്ങിക്കിടക്കുന്ന ഗ്യാസ് അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല എന്ന് രവിയേട്ടൻ പറഞ്ഞു തീർന്നില്ല. അടുത്ത ഇടി ഭാമ കൊടുത്തു. ഭാമാൻ്റെ ഒന്ന് പതുക്കെ കൊടുക്കാൻ പറഞ്ഞു ഇവരെല്ലാവരും. ഇന്നലെ രാത്രി ലെഗ് പീസ് കടിച്ച് പറിക്കുമ്പോഴേ എനിക്ക് തോന്നിയത് എങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു സച്ചി. ആൻറ്റി നല്ല ഇടി കൊടുത്തോളാൻ പറഞ്ഞു നമ്മുടെ സച്ചി. പറഞ്ഞ അനുസരിച്ച് ചന്ദ്രമതി അടിയിട്ട് ഇടിച്ച് കൊല്ലാറാക്കി ഇഞ്ച് പരുവാക്കിയെന്ന് പറയാം. വർഷേ നീ എന്തിനാ രാത്രി ആൻറ്റിക്ക് ബിരിയാണി കൊടുത്തതെന്ന് ശ്രുതി ചോദിക്കുമ്പം ആൻറ്റിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊടുത്തതാ, ഞാനും കഴിച്ചിരുന്നു, എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് വർഷ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ വർഷമോളെ നിനക്കും ചന്ദ്രയ്ക്കും ഒരേ വയസ്സാണോ? ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെയായിരുന്നു, എന്നെ ഉറങ്ങാൻ പോലും വിട്ടിട്ടില്ല, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുക ചന്ദ്ര. ഇടിയുടെ ഇടയ്ക്കാണെങ്കിലും നോട്ടത്തിന് കുറവൊന്നുമില്ല ചന്ദ്രയ്ക്ക്. എൻ്റെ ഭാമേൻ്റെ ഇത് പതുക്കെ അടിക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പോൾ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തൊക്കെ വിളിക്കുന്നുണ്ട്. ശ്രുതി നീ മസാജ് ചെയ്ത അമ്മയുടെ ഗ്യാസ് പോയില്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഇത് മസാജ് ചെയ്താൽ പോകുന്ന കേസൊന്നും അല്ലാന്ന് ശ്രുതി. പിന്നെ എന്ത് ചെയ്യുമെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞു. അപ്പോൾ ചന്ദ്രൻ ബിരിയാണിയൊക്കെ ഉച്ചയ്ക്കാണ് കഴിക്കേണ്ടത്, രാത്രി ഇതൊന്നും കഴിക്കാൻ നിൽക്കരുത്, ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നീ എന്നെ കണ്ട് പഠിക്ക്. രാത്രിയിൽ ഒന്നെങ്കിൽ 10 ദോശ അല്ലെങ്കിൽ 10 ചപ്പാത്തി, അത്രയും ഞാൻ കഴിക്കത്തുള്ളൂ, ഹെവി ആയിട്ടൊന്നും ഞാൻ കഴിക്കാറില്ല എന്ന് ഭാമ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക. 10 ചപ്പാത്തിയോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കുക. ആ സമയത്ത് അച്ഛാ ഇതാണോ ഇവരുടെ ലൈറ്റായ ഭക്ഷണം? ഭാമയ്ക്കത് ലൈറ്റായ ഭക്ഷണമാടാ എന്ന് സച്ചോട് അച്ഛൻ. പിന്നെ ഇടി കൊടുക്കുക. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്, അതായത് നല്ല ചതവ് കിട്ടിയിട്ടുണ്ട്. ഗ്യാസിന് മരുന്ന് കാണിച്ചിട്ട് ഇനി ചതവിന് മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അമ്മ രാത്രി തന്നെ പറഞ്ഞു ഞാൻ ജീരക ഇഞ്ചൊക്കെ ചേർത്ത് ഒരു മെഡിസിൻ ഉണ്ടാക്കി തരത്തില്ലായിരുന്നോ, അപ്പോൾ അത് കഴിച്ചെങ്കിൽ മാറിയേനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്, ഒരു മാറ്റവും ഇല്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. പിന്നെ എടുത്തിട്ട് ചവിട്ടുന്നത് കണ്ടിട്ട് മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആൻറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നും പറഞ്ഞു ശ്രുതി വിളിക്കുന്നു. ആ സമയത്ത് ചന്ദ്രമതി അയ്യോ ഹോസ്പിറ്റലിലേക്ക് ഞാനില്ല, എന്നെ ഇവിടെ ഇട്ട് വെച്ച് എന്നെ ഇത് ശരിയാക്കി തയ്യോ എന്ന് പറഞ്ഞു ഇങ്ങനെ കരയുന്ന ചന്ദ്രയോട് എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചു. ഇഞ്ചക്ഷൻ പേടിച്ചിട്ടാ പോവാത്തതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ വർഷ ചിരിച്ചു. ഉണ്ടായിരിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത്. പിന്നെ അവിടെ ഇട്ട് ചന്ദ്രയെ എടുത്തിട്ട് ഇടിക്കുക. പുറത്തിനിട്ട് തന്നെ ഭാമ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൂട്ടിയതിന് ഇങ്ങനെയൊക്കെ കുറച്ച് ശിക്ഷ കിട്ടുവാണെങ്കിൽ അതും നല്ലതല്ലേ. അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് അമ്മേ സഹിക്കാൻ പറ്റുന്നില്ലേ അമ്മേ? അപ്പോൾ പറ്റുന്നുണ്ടടാ, ഞാനിപ്പോൾ ജോളിയായിട്ട് ഇരിക്കുവാടാ,
ഒന്ന് പോടാ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രൻ, എൻ്റെ ജീവൻ പോകുമോ എന്നുള്ളൊരു പേടിയില്ല ഞാൻ, അയ്യോ എന്ന് പറഞ്ഞ് ചങ്കത്ത് കൈയും പിടിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രാത്രി ബിരിയാണിയുടെ വാസന മുറിയിലേക്ക് അടിച്ചായിരുന്നു. അപ്പോൾ വായിലൂറിയ വെള്ളം ആ അലുവ കഴിച്ചതോടെയാ നിന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോൾ നമ്മൾ അലുവ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയാം മനസ്സിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഇങ്ങനെ ഗോഷ്ടികൾ കാണിക്കുക കേട്ടോ, നാശം എന്നും പറഞ്ഞ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് ഒരു ആശ്വാസം കിട്ടിയ പോലെ ഇരിക്കുന്നു. അമ്മ ബിരിയാണി കഴിച്ചപ്പോൾ എന്നെ എന്താ വിളിക്കാത്തത്, ഞാൻ പകുതി കഴിക്കാമായിരുന്നല്ലോ എന്ന് ശ്രുതി. ഇവൻ്റെ കൊതി കാരണം അമ്മയ്ക്ക് ഇങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലായെന്ന് സച്ചി പറയുമ്പോൾ അയ്യോ ഞാനതിനൊന്നും ചെയ്തില്ല എന്ന് ശ്രുതി. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് മിണ്ടാതിരിക്കുമോ, എനിക്കാണെങ്കിൽ പ്രസവ വേദന. പ്രസവ വേദനയോ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കുക. അയ്യോ എനിക്ക് ഗ്യാസ് കയറിയതിൻ്റെ വേദന നിങ്ങൾക്കൊക്കെ വീണമായനാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഒരു ഉപമ പറഞ്ഞതാ ചേച്ചി. എഴുന്നേറ്റ് പോടാ അവിടെ നിന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ചോ ഒറ്റ തള്ളം തള്ളി. അപ്പം ഞാൻ എത്ര ഇടി അടിച്ചു എന്നിട്ടും ശരിയാകുന്നില്ലല്ലോ. രേവതി നീ ഒന്ന് കൈവച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രൻ. ആ സമയത്ത് സച്ചി രേവതി ചെന്ന് കൈ വയ്ക്കാം, ചെന്ന് നല്ല 4 ഇടി കൊടുക്കാൻ പറഞ്ഞു സച്ചി രേവതിയോട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. പേടിക്കണ്ടെന്നേ, ഗ്യാസ് ഔട്ടാക്കാനല്ലേ, അല്ലാതെ നിങ്ങളെ ഔട്ടാക്കാനല്ലല്ലോ അടിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി പറയുമ്പോൾ രേവതി ചെല്ലാൻ പറഞ്ഞു സച്ചി രേവതിയോട്. രേവതി ഇങ്ങനെ നിൽക്കുന്നു. അന്നേരം രവിയേട്ടാ അവൻ ഇവൻ്റെ ഭാര്യയെ കൊണ്ട് ഇടിക്കാൻ നോക്കുന്നത് കണ്ടില്ലേ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം അയ്യോ അതൊന്നും അല്ലച്ചാ, ഇവരുടെ ഗ്യാസ് പോകണ്ടേ അച്ഛാ, അവളാണെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു. അന്നേരം നീ ഒന്ന് ചുമ്മാതിരിക്കുക ചന്ദ്രൻ, നിന്റെ ഗ്യാസ് പോവണ്ടേ, നീ വാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ വിളിക്കുന്നു. അപ്പം ഞാനെങ്ങനെ ഇടിക്കുക, എനിക്ക് വയ്യ എന്ന് രേവതി പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ പൊന്ന് രേവതി അവസരങ്ങൾ എപ്പോഴും ഇങ്ങനെ നിന്നെ തേടി വരണമെന്നില്ല, കിട്ടിയ അവസരം അത് ഒഴിവാക്കരുത്, ഇടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പം മിണ്ടാതിരിക്കുക സച്ചേട്ടാ, സച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു രേവതിയെ. എന്നാ നീ വന്നിടിക്കുക ശ്രുതി എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കെങ്ങും വയ്യ ഞാൻ ഇടിക്കത്തില്ല എന്ന് ശ്രുതി പറഞ്ഞു. ചന്ദ്രയിരുന്ന് ഇങ്ങനെ നെഞ്ചം തിരുമ്പി ഇങ്ങനെ ഇരിക്കുക. ഇപ്പം എന്താ ഇടിച്ചാൽ ശരിയാവുമെങ്കിൽ ഞാൻ ഇടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഉടുപ്പിൻ്റെ കൈയൊക്കെ കയറ്റി വെച്ച് അപ്പോൾ ഒറ്റ ഇടിക്കും ഞാൻ ഗ്യാസ് ഔട്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പോകുമ്പോൾ നീ അവിടെ നിന്ന് നീ എന്ത് ബോക്സിംഗ് മത്സരത്തിന് പോകുന്നത് പോലെ പോകുന്നതെന്ന് ശ്രീകാന്ത് ചോദിച്ചു. ഇടിച്ച് ശരിയാക്കണ്ടേ എന്ന് വർഷ ചോദിക്കാം. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോൾ അതൊക്കെ ആൻറ്റി ശരിയാക്കിക്കോളും, നീ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ കാരണമാണ് ആൻറ്റിക്ക് ഇങ്ങനെ ആയതെന്ന് ശ്രീകാന്ത് പറയുന്നേ. ആൻറ്റി പറ, ഞാൻ കാരണമാണോ ആൻറ്റിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ആണോ? അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമോ, ഞാൻ ജീവനോടെ ഇരിക്കുമല്ലോ എന്നൊന്നും അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ പറയുന്നു. അതിന് ശേഷം ഞാൻ പറഞ്ഞാൽ പോരെ, അല്ല സോഡ കുടിച്ചാൽ ശരിയാവില്ലേ, അപ്പോൾ സോഡ എടുക്കട്ടെ, അപ്പോൾ അതൊക്കെ കൊടുത്തു നോക്കിയത് എൻ്റെ ശ്രുതി എന്ന് നമ്മുടെ രേവതി പറഞ്ഞു തീർന്നില്ല. അടുത്ത ഇടി കൊടുത്തു ഭാമ. അപ്പോൾ ഭാമയെ ഇടിക്കല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴും കൊടുക്കുക പുറം വഴി ഒത്തിരി ഇടി. അപ്പോൾ മതി ഇടിച്ച് കൊല്ലല്ലേ എന്നെ എന്നും പറഞ്ഞ് ദൈവമേ നിൻ്റെ മനസ്സിലെ ദേഷ്യം മൊത്തം നീ എൻ്റെ നെഞ്ചത്ത് തീർക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുക. നീ വിളിക്കുമ്പോൾ വന്ന് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്കി എന്നെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും, നിനക്കൊന്നും നല്ല കാര്യം ചെയ്തു തരാൻ പറ്റത്തില്ല രവിയേട്ടാ, 2 എണ്ണം കൊടുത്ത് ശരിയാക്കാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട അച്ഛനിടിക്കില്ല, അച്ഛനെ കൈ വേദനിക്കുമെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. ഇത് കൈ കൊണ്ട് ഇടിച്ചാലൊന്നും ശരിയാവില്ല, ഇതിന് വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. വേറെന്ത് വഴി? അച്ഛമ്മ പറഞ്ഞു തന്ന വഴിയാ, ഞാൻ വരാവേ എന്നും പറഞ്ഞിട്ട് ഓലക്കി ഇങ്ങ് എടുത്തിട്ട് മുതുകത്ത് നോക്കി ഒറ്റ കുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഒരു ഒറ്റ ഏക്കലും ചാട്ടവും കൂടി ആയിരുന്നു. അപ്പോഴേക്കും ഗ്യാസ് ഒരൊറ്റ പോക്കായിരുന്നു. അപ്പം ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വീണു. അപ്പം ഗ്യാസ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വളർന്ന് ഇങ്ങനെ നോക്കുക. ചന്ദ്രമതിയുടെ ഗ്യാസ് അന്നേരം പോയത്. ഗ്യാസ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ആ ഒരു പ്രയോഗം കൊണ്ട് ഗ്യാസ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോൾ പോയി ഗ്യാസ് എന്ന് ശ്രുതി. ഗ്യാസ് പോയല്ലോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത്. ഈശ്വര ഇപ്പോഴാ ശ്വാസം നേരെ വീണതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്നാലും നീ എന്തുമാനമായോ കാണിച്ച സച്ചി എന്ന് ഭാമ ചോദിക്കുമ്പോൾ ഇതാണ് വിരട്ടൽ മരുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പേടിപ്പിച്ചപ്പോൾ ഗ്യാസ് ഔട്ടായില്ലേ എന്നൊക്കെ നമ്മുടെ സച്ചി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. ചന്ദ്രയ്ക്ക് അന്നേരം ഒരു നാണക്കേട് പോലെ, എന്തുമാത്രം ഇടി കൊണ്ടതാ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രവിയേട്ടൻ ചാടി എഴുന്നേറ്റിട്ട്
ചന്ദ്രയെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വയസ്സ് എത്രയായി എന്ന് ആലോചിക്കുന്നത് നല്ലതാകട്ടോ, എനിക്ക് അത്രേ പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അച്ഛൻ പോയി, സച്ചി പോയി, എല്ലാവരും പോയി. അപ്പോൾ നിന്റെ ഗ്യാസ് കളയാൻ നോക്കിയിട്ട് ഞാനൊരു പരുവായിരുന്നു. ഭാമ പറയാം, കൈ വേദനിച്ചിട്ട് വയ്യ രേവതി, വല്ലതും കഴിക്കാനുണ്ടാവുമോ എന്ന് ഭാമ നീട്ടി ചോദിച്ചിട്ട് ഭാമയെ കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. എന്തായാലും എനിക്ക് ഗ്യാസ് പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമ ഇങ്ങനെ കഴിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായി ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ആരോ മുറ്റത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കിട്ടും. ഇനി ഇതാരാണാവോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പൂ വാങ്ങിക്കാൻ ആരെങ്കിലും വന്നതായിരിക്കും, ഇവിടെ ഒരു പൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങനെ പോവുക കേട്ടോ വാതിൽ തുറക്കാനായിട്ട്. ചന്ദ്രമതി വാതിൽ തുറന്ന് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അതേ നമ്മുടെ മഹിമ ചേച്ചി വന്നിങ്ങനെ നിൽക്കുന്നു. മഹിമേനെ കണ്ടു കഴിഞ്ഞപ്പം അയ്യോ വർഷയുടെ അമ്മയോ, വരൂ 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 എന്നും പറഞ്ഞ അകത്തേക്ക് വലിയ കാര്യമായിട്ടൊക്കെ വിളിച്ച് കയറ്റിക്കൊണ്ടുവരും. കയറുവാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വർഷയുടെ അമ്മയെ പറ്റി ഓർത്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും കൂടി ഞാൻ വീട്ടിനോട് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ഭാഗ്യം ചെയ്തവരാ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധുക്കളെയൊക്കെ കിട്ടുമോന്ന്. കുടിക്കാൻ ചായയോ ജ്യൂസോ അപ്പോൾ ഒന്നും വേണ്ട. സത്യത്തിലേ ഞങ്ങളും ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ അഭിപ്രായത്തിന് വില തരുന്ന ബന്ധുക്കളെ കിട്ടിയത് ഞങ്ങളുടെയും ഭാഗ്യമാണെന്ന്. സംശയമുണ്ടോ എന്നൊക്കെ അന്നേരം ചോദിക്കട്ടെ ചന്ദ്രമതി. മഹിമ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹിമയെ കൊണ്ടുവന്ന് ഇരുത്തി. മഹിമ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പ്രശ്നവുമില്ല. അത് പിന്നെ താലിമാറ്റൽ ചടങ്ങിൻ്റെ കാര്യമൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പം അതോ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം. എപ്പോഴും തിരക്കായി ശ്രുതിയുടെ അച്ഛൻ പോലും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ സന്തോഷമായിട്ട് പറയുന്നത് കേട്ടിട്ട് മഹിമ ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. അല്ല വർഷയുടെ അമ്മയുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷവും ഇല്ലാത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ എല്ലാം ഗംഭീരമായിട്ട് നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഒരുപാട് VIP ഫംഗ്ഷനൊക്കെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പം അതല്ല, ഫംഗ്ഷൻ എന്തെങ്കിലും പ്രശ്നമോ മറ്റോ ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും അതൊരു കുറച്ചിലാവില്ലേ എന്നിങ്ങനെ മഹിമ ചോദിക്കാം. അതെ ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അതാ പറഞ്ഞു വരുന്നതേ. ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതാ ഞാനിപ്പോൾ ഇവിടെ വന്നിങ്ങനെ പറയുന്നതേ. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും എൻ്റെ ആവലാതി ഞാൻ വേറെ ആരോട് പറയാനാ എന്നിങ്ങനെ ചോദിക്കുക. ആകെയുള്ളൊരു മോള് ഞങ്ങളെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയി. അതൊരു മോശം കുടുംബത്തിലേക്കല്ല എന്ന് ഞങ്ങളെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഞങ്ങൾക്ക് കാണിക്കണം. അതിനാണ് ഈ ചടങ്ങൊക്കെ ചെയ്യുന്നതേ. പക്ഷേ അതിന് വല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായാ എന്ന് മഹിമ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക ആലോചനയായിട്ട്. വർഷയുടെ അമ്മ പറയുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഈ വീട്ടിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് സച്ചിയാണെന്നിങ്ങനെ പറയുമ്പോൾ മഹിമ ഉദ്ദേശിച്ചെടുത്ത കാര്യം കിട്ടിയെന്ന് മഹിമയ്ക്ക് മനസ്സിലായി. സത്യത്തിൽ ഞാൻ പോലും എൻ്റെ മൂത്ത മോനെക്കുറിച്ചും ഇളയ മോനെക്കുറിച്ചും മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയുന്നു. സച്ചിയെ കൊണ്ട് എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഈ വീട്ടിൽ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ചന്ദ്രമതി തട്ടി വിടുക. അങ്ങനെ മഹിമ ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അയ്യോ ഞാനങ്ങനെ ആരുടെയും കുറ്റം പറയാനൊന്നും വന്നല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊന്നും ആലോചിച്ച വർഷയുടെ അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ആ ചടങ്ങിൽ നിങ്ങൾ അസ്വസ്ഥമാക്കുന്ന ആരും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മഹിമയും ഈ ചന്ദ്രമതിയും കൂടെ പുതിയ പ്ലാനൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.